ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നെനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ്. ഇന്നെൻ്റെ പിറന്തനാളാണ് ഗായ്സ്, പിറന്തനാൾ. അപ്പം ഞാനും എൻ്റെ കൊച്ചുങ്ങളും കൂടെ കൂടിയിട്ട് രാവിലെ കുളിയും നനയൊക്കെ കഴിഞ്ഞ് നേരെ അമ്പലത്തിലോട്ട് പോയി. അവിടെ അയ്യപ്പൻ്റെ അമ്പലമാണ് ഞങ്ങൾ അടുത്തുണ്ട്, പറഞ്ഞില്ല, ചെറാശ്ശേരി പറയും. അപ്പോൾ അവിടെയൊക്കെ പോയി തൊഴുത് ഞങ്ങൾ നേരെ പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ട് അവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങളിങ്ങനെ പോകുന്നു കേട്ടോ. അതാണ് അമ്പലം പരിസരങ്ങൾ. നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ്, നല്ലൊരു പോസിറ്റീവ് എനർജി തരും. ഇത് വേഗം തൊഴുത് ഞങ്ങൾ ഇറങ്ങിയിട്ടാണ്. അപ്പോൾ ഇവരിങ്ങനെ അവിടെ ഇവിടെയൊക്കെ നോക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചെന്നിട്ട് വേണം വേറെ പരിപാടികളൊക്കെ. അതിന് ഇവരിങ്ങനെ പതുക്കനെ നിൽക്കണുള്ളൂ. എന്നിട്ട് ഞാൻ പറഞ്ഞു വേഗം നടക്കുക, എനിക്ക് നേരമല്ല. ഞങ്ങൾ വേഗം വീട്ടിലെത്തിയപ്പോൾ ബാക്കിയുള്ള ഐറ്റംസൊക്കെ ആയിട്ടുണ്ട്. ചോറും കറിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പായസം കൂടി ആയാൽ മതി ക്ലിനിക്കിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ ഞാൻ അപ്പോഴേക്കും അതൊക്കെ ഒന്ന് ഇളക്കാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ വേഗം പായസമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ വേഗം കഴിക്കുമായിരുന്നു കേട്ടോ. ഒരു മസാലക്കറി, അവിയൽ, പപ്പടം, അച്ചാർ, സാമ്പാർ, ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ വേഗം കഴിച്ചു. ചോറ് കഴിക്കണം രാവിലെ, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ച് ഞാൻ നേരെ ക്ലിനിക്കിലേക്കും പാക്ക് ചെയ്തിട്ട് നേരെ ക്ലിനിക്കിലെത്തി. അവിടെ നിന്ന് എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞു കേട്ടോ. എൻ്റെ സുലുവിൻ്റെ വക കുറച്ച് ഫോട്ടോസൊക്കെ എനിക്ക് എടുത്ത് തന്നു. അവളെടുത്തതാണ് ഗായ്സ്. നന്നായിട്ടുണ്ടോ? എനിക്കിഷ്ടമായി. ഇനി ക്ലിനിക്ക് ചെന്നപ്പോൾ അവൾ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞു കേട്ടോ. അവൾ അറിഞ്ഞിട്ടില്ല, പെട്ടെന്ന് സർപ്രൈസായി. ഞാനിങ്ങനെ കളർ ഡ്രസ്സൊന്നും ഇട്ടിട്ട് ചെല്ലല്ലേ, യൂണിഫോം ഇട്ടിട്ടാണ് ചെല്ലൽ. അപ്പോൾ അങ്ങനെ ചെന്നപ്പോൾ അവൾക്ക് ഇഷ്ടമായി. എന്നിട്ട് അവൾ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞു. എനിക്കും സന്തോഷമായി, ഒരു ഉമ്മയൊക്കെ കിട്ടി. സന്തോഷമായി. പിന്നെ അപ്പോൾ നെസ്ന എനിക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളെനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണിത്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. താങ്ക് യു നെസ്ന. ശരിക്കും ഞാൻ പായസം എടുക്കണമായിരുന്നു അല്ലേ? അതെ അതെ. പക്ഷെ എന്താ വെച്ചാൽ അപ്പോഴേക്കും പായസം എടുക്കാനെന്ന് വെച്ചിട്ട് നിന്നപ്പോഴേക്കും കഴിഞ്ഞു ഈ സാധനം പാത്രമൊക്കെ കഴുകിപ്പോയി. ഇന്ന് പ്രഭുവിന് ബർത്ത്ഡേ കേട്ടോ. എത്ര വയസ്സ്? 35. ഇതിലുള്ളത് ഞാൻ നാളെ തരാം. ഇന്നിപ്പോൾ പറയാൻ പറ്റില്ല. ഹരി ശിവ എന്ന് പറഞ്ഞിട്ട് ഞാൻ നല്ല കുട്ടിയാണെന്ന്, ഹരി ചീത്തറിയാണ്ട് നല്ല രീതിക്ക് നടക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ള ദിവസമാണെന്ന്. അത് ഞാൻ മുൻഗണിക്കാം. ഇതിലുള്ള നാളെ തരാണ്. ഞങ്ങൾക്ക് ചിക്കൻ ബിരിയാണി ഒക്കെ ഓർഡർ ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ സദ്യ കൊണ്ടിട്ടുണ്ട്. ഓക്കെ, ദൃസാക്ഷികളായിട്ട് നമ്മളെ യൂട്യൂബേഴ്സ് ഉണ്ട്. പറയൂ, നിങ്ങൾ എനിക്ക് മേടിച്ച് തരുന്നുണ്ട്? ആയിക്കോട്ടെ, ഓക്കെ. പിന്നെ വേഗം ചോറിനാണ് ടൈം. അപ്പോൾ വേഗം സദ്യക്കൊന്നും വെയിറ്റ് ചെയ്യാൻ നിന്നില്ല. നല്ല വേഗം ഞാൻ പ്ലേറ്റൊക്കെ എടുത്തിട്ട് വന്നിട്ടേക്ക് അങ്ങനെ അർമാദിച്ച് കഴിക്കും. അപ്പോൾ ചോറും അച്ചാറും അവിയലും മറ്റേ മസാലക്കറിയും പപ്പടവും ഒക്കെ പാടെ പിടിച്ചിട്ടൊരു പിടുത്തം പിടിച്ചു. ഇതിനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നപ്പോൾ അവർ കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കുട്ടി നേരെ എൻ്റെ അടുത്ത് തന്നെ കൊടുക്കുന്നത്. പിന്നെ എൻ്റെ കണ്ണിലെത്താണ്ടൊന്നും പോവില്ലല്ലോ അല്ലേ? സർപ്രൈസ് നടക്കൂല. പിന്നെ ഞങ്ങൾ കേക്കിൻ്റെ ഒക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് എന്നെയും കൂടെ കൂട്ടിയിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുകയാണ് ഗൈസ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ കേക്ക് കട്ടിങ്ങിലുള്ള സെക്ഷനിലേക്ക് പോവുകയാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ചെറുതിൽ ഞങ്ങൾ 17-18 വയസ്സ് ആ ടൈമിലേക്കൊക്കെ ഒന്ന് താട്ടനെ കൊണ്ടുവരിച്ചിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എനിക്ക് കേക്ക് കഴിക്കാൻ പൂതിയായിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഉണ്ണേട്ടനും വീട്ടിൽ നിന്നൊക്കെ അങ്ങനെ സർപ്രൈസായിട്ടും അങ്ങനെ കേക്കും കാര്യങ്ങളൊക്കെ എത്തിയിട്ട് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ഹാപ്പി. പിന്നെ ഇപ്പോൾ ഈ വർക്ക് ജോലിയുള്ള ടൈമിൽ ഇവിടുന്ന് മിക്കതും ഹാപ്പി ബർത്ത്ഡേ ടൈമിൽ കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്ത് എല്ലാവരും എനിക്കും തന്നു. ഒരുപാട് സന്തോഷം. പിന്നെ ഞാൻ ഓൾറെഡി കുട്ടികൾക്കുള്ള കേക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർക്കും കേക്കൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു ഹാപ്പി ആയിട്ടൊരു ഇതായി. എനിക്ക് ഒരുപാട് സന്തോഷം. എന്താ പറയുക, നല്ലൊരു ദിവസമായിരുന്നു. എല്ലാം കൊണ്ടും സന്തോഷമായി. അവർക്കും ഹാപ്പി, ഞാനും ഹാപ്പി. അപ്പോൾ ടാറ്റ, ബൈ.